എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 12th ഫിസിക്സ് ടേം 1ന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ CBSE ബോർഡിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെക്ഷൻ എ, സെക്ഷൻ ബി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് കാണുക. അപ്പോൾ ഇന്ന് പാർട്ട് സി ആണ്, അതായത് ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ സെക്ഷൻ സിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് an overall choice to attempt any 5. 6 MCQ ഉണ്ട്, 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്യണം. In case more than desirable number of questions are attempted, only first 5 will be considered for evaluation. അത് നമ്മൾ നേരത്തെ കണ്ട 2 സെക്ഷൻസിലും അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞ അതേ നമ്പർ, ആദ്യത്തെ അത്രയും നമ്പർ മാത്രമേ അവർ എവാലുവേഷന് എടുക്കുകയുള്ളൂ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A small object with charge q and weight mg is attached to one end of a string of length L attached to a stationary support. The system is placed in a uniform horizontal electric field E as shown in the accompanying figure. In the presence of the field, the string makes a constant angle theta with the vertical. The sign and magnitude of q. അപ്പോൾ in the presence of the field, the string makes a constant angle theta with the vertical. The sign and magnitude of q. ഇവിടെ q കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആംഗിൾ ഇവിടെ തീറ്റ എന്ന് തന്നിട്ടുണ്ട്, q ആണ് ഇവിടെ ഇരിക്കുന്നത്, അത് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് QE ആയിരിക്കും, അത് നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, mg ആണ് എന്ത്, അതിൻ്റെ വെയിറ്റ്. അപ്പോൾ അത് ഏത് കമ്പോണൻ്റ് ആയിരിക്കും? mg ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കി കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു mg tan θ എന്ന് കിട്ടും. ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? QE ആണ്. അപ്പോൾ നമുക്കത് QE ഇസ് ഈക്വൽ ടു mg tan θ, അല്ലെങ്കിൽ Q ഈക്വൽസ് mg ഡിവൈഡഡ് ബൈ E മൾട്ടിപ്ലൈഡ് ബൈ tan θ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാല്യൂ നമുക്കറിയാം, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്തത് ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പം ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q ഈക്വൽസ് mg ഡിവൈഡഡ് ബൈ E tan θ. അപ്പോൾ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് കാണിക്കുന്നത്, അവേ ഫ്രം ദ ചാർജ് ആണ്. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: If a free electron and a free proton are placed between two oppositely charged parallel plates, both are considered to be positive, both are closer to the positive plate than the negative plate. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്താണ് എന്തുള്ളത്? ഒരു ഫ്രീ ഇലക്ട്രോണും ഫ്രീ പ്രോട്ടോണും ഉള്ളത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ഈ 3 സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതിന്ന് വേണം നമ്മൾ ചോയ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ഫോഴ്സ് ഓൺ പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ. The potential energy of the proton is greater than the potential energy of electron. The potential energy of proton and electron is the same. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ 1 ഓൺലി ആണോ, 2 ഓൺലി ആണോ, 3 and 1 ഓൺലി, 2 and 1 ഓൺലി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണും പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിന് പ്രോട്ടോണും ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. അപ്പം ഫോഴ്സ് എന്ത് പറ്റും? അതിൻ്റെ ഫോഴ്സ് സെയിം ആയിരിക്കും, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് പൊട്ടൻഷ്യൽ എനർജി, പ്രോട്ടോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജീനെ കാണി കൂടുതലായിരിക്കും. അപ്പം ഇതിലേതാണ് ഇവിടെ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പം ചോയ്സ് നമ്പർ 2. അടുത്തത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ടുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്, ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ പവർ സ്റ്റേഷൻ എന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, പിന്നെ സിറ്റി സബ് സ്റ്റേഷനിലേക്ക്, അതായത് ട്രാൻസ്മിഷൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പവർ ട്രാൻസ്മിഷൻ, ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ലാർജ് സ്കെയിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഓവർ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഡൺ
with the use of transformers. The voltage output of the generator is stepped up. It is then transmitted over long distances to an area substation near the consumers. There, the voltage is stepped down. It is further stepped down at distributing substations and utility poles before the power supply of 240 volt reaches our homes. അതായത് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രോസസ്സുകളാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവിടെ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് 11 കിലോ വോൾട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 132 കിലോ വോൾട്ടിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. പിന്നെ അത് ട്രാൻസ്മിഷൻ ടൈമിൽ 132 കിലോ വോൾട്ട്, പിന്നെ എന്ത് ചെയ്യും, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 33, പിന്നെ 11 കിലോ വോൾട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഒരു കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് 240 വോൾട്ടിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പം അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ? എനർജി ക്രിയേറ്റഡ് വെൻ എ ട്രാൻസ്ഫോമർ സ്റ്റെപ്സ് അപ്പ് ദ വോൾട്ടേജ്. എ ട്രാൻസ്ഫോമർ ഈസ് ഡിസൈൻ ടു കൺവേർട്ട് AC വോൾട്ടേജ് ടു DC വോൾട്ടേജ്. അല്ല, എനർജി അവിടെ ക്രിയേറ്റ് ആവുന്നില്ല. അപ്പം ഓപ്ഷൻ 1 റോങ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ് ദ പവർ ഫോർ ട്രാൻസ്മിഷൻ. Step down transformer decreases AC voltage. Step up transformer increase the power for transmission അല്ല. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. അപ്പം പവർ അല്ല നമ്മളവിടെ ഇൻക്രീസ് ആവണത്. അപ്പം ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻക്രീസ് ആവും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഡിക്രീസ് ആവും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഡിക്രീസസ് ദ AC വോൾട്ടേജ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സെക്കൻഡറി കോയിൽ ഹാസ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ടേൺസ് ദാൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി. ഇപ്പം തന്നെ നമുക്കറിയാം ഇതെന്താണ്, ഇത് എന്താണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ദ വോൾട്ടേജ് ഇസ് സ്റ്റെപ്ഡ് അപ്പ്. ഓക്കെ, നമുക്കിത് ചോയ്സിൽ വെക്കാൻ പറ്റുന്നതാണ്, നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാ ഓപ്ഷനും വായിച്ചിട്ട്. സ്റ്റെപ്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ പ്രൈമറി. EMF ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ EMF ഇൻ പ്രൈമറി. അപ്പം എന്തുകൊണ്ടാണ് പറഞ്ഞത്, നമ്പർ ഓഫ് ടേൺസ് ഇൻ secondary coil has a greater number of turns than the primary. The arrangement is called a step up transformer. Second option, the voltage is stepped down, Vs less than Vp, and arrangement is called a step down transformer. Alla, the current is stepped up. Current step up ആവുകയാണ് അവിടെ ചെയ്യുക. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, EMF വോൾട്ടേജ് ആണ് അവിടെ ഇൻക്രീസ് ആവുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ കറണ്ട് ഡിക്രീസ് ആവും. ഇനി നാലാമത്തെ ഓപ്ഷൻ, ദ കറണ്ട് ഇസ് സ്റ്റെപ്പ് ഡൗൺ. അത് ഓക്കെ, കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ആണ്, കറണ്ട് കുറയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതല്ല, സ്റ്റെപ്പ് ഡൗൺ അല്ല. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ എന്ന് ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, ഫോർത്ത് ഓപ്ഷനിൽ വരുന്നത്, ഫോർത്ത് ഓപ്ഷനിലും സ്റ്റെപ്പ് കറണ്ട്, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആദ്യത്തേത് IS ഇസ് ലെസ് ദാൻ IP, അത് കറക്റ്റാണ്. പക്ഷേ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We need to step up the voltage for power transmission so that the current is reduced and consequently the I square R loss is cut down. The voltage is increased, the power losses are also increased. Power loss ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യില്ലല്ലോ. The power is increased before transmission is done. The voltage is decreased, so V square by R losses are reduced. ഇവിടെ we need to step up the voltage for power transmission. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്താ, P is equal to VI ആണ്. അപ്പം I എന്താണ്, I is equal to P divided by V. അപ്പോൾ ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ
ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് പവറിൽ വോൾട്ടേജ് അധികമായി കഴിഞ്ഞാൽ കറണ്ട് കുറവായിരിക്കും. നോക്കൂ, I ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V പ്രൊവൈഡഡ് ദ പവർ ഇസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം പവർ ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമുക്കറിയാം ഒരുപാട് ദൂരം കോപ്പർ വയറിലേക്കൂടെ ട്രാൻസ്മിഷൻ നടക്കുകയാണ്. ആ ട്രാൻസ്മിഷൻ നടക്കുമ്പം ജൂൾസ് ഹീറ്റിംഗ് H=I²RT അത്രയും ഹീറ്റ് എനർജി അവിടെ ലോസ് ആവും. അപ്പം അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ത്, വോൾട്ടേജ് നന്നായിട്ട് കൂട്ടുക. വോൾട്ടേജ് നന്നായിട്ട് കൂട്ടിയാൽ നമുക്ക് കറണ്ട് അവിടെ കുറക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത്രയ്ക്കെങ്കിലും എമൗണ്ട് നമുക്ക് ഹീറ്റായിട്ട് എനർജി ലോസ് ആവുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കറണ്ട് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് കോൺസിക്വൻ്റ്ലി I²R ലോസ് ഈസ് കട്ട് ഡൗൺ. അതാണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് 55 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത് ആസ് പെർ CBSE സാമ്പിൾ പേപ്പർ. എന്നിട്ട് അതിലും എല്ലാത്തിലും ചോയ്സ് ഉണ്ട്. ടോട്ടൽ 35 മാർക്സ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്. അപ്പം ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്, അതായത് EMF in the primary is equal to 2300 volt to a step down transformer with its primary windings, number of turns in the primary 4000, the number of turns in the secondary in order to get output power at 230 volt. അപ്പം EMF in secondary എത്രയാണ്, 230 വോൾട്ട് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് 2300 വോൾട്ട് കൊടുത്തിട്ട് 230 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡറി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കുറവായിരിക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ് ടേൺ റേഷ്യോ NS/NP is equal to ES/EP. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, അതായത് number of turns in the secondary is equal to ES/EP multiplied by NP, number of turns in the primary. ES എത്രയാണ് 230, EMF in the primary 2300 multiplied by number of turns in the primary 4000. അപ്പം 230യും ഈ 2300 ഇവിടെ ഒരു അടിയിലൊരു 10 വരും. 4000/10 നമുക്ക് എത്ര കിട്ടും, 400 എന്ന് കിട്ടും. 400 ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ 400 നമ്മുടെ ആൻസറിൽ ഇതാ നോക്കുക, എല്ലാ ആൻസറും നോക്കുക. ഇവിടെ 4, 40, 400, 4000. അപ്പം 400 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം CBSEൻ്റെ സാമ്പിൾ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് കഴിയാവുന്ന അത്ര മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു സാമ്പിൾ പേപ്പർ നമുക്ക് കഴിയാവുന്ന അത്രയും മോഡൽ പേപ്പറായിട്ട് തന്നെ ചെയ്യാം. ചാപ്റ്റർ വൈസ് ചെയ്യുന്നതിനെ കാണും കുറച്ചുകൂടി ഞാൻ നമ്മുടെ സാമ്പിൾ പേപ്പറായിട്ട് തന്നെ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നോക്കട്ടെ എത്ര കുട്ടികൾ അത്ര അറിയിക്കുന്നതിനനുസരിച്ചിട്ട് ക്ലാസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാമ്പിൾ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ല എഫക്റ്റീവായിട്ട് വരിക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് CBSEൻ്റെ സാമ്പിൾ പേപ്പർ കഴിഞ്ഞു. ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരാം. ഇതേ പാറ്റേണിൽ വരുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, നമ്മുടെ റീസണിങ് ആൻഡ് അസേർഷൻ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. റെഗുലറായിട്ട് ക്ലാസ് ഇടും. നിങ്ങളുടെ എക്സാം വരെ റെഗുലറായിട്ട് ക്ലാസ് ഇടും. ഞാനത് ഷുവറായിട്ട് പറയുകയാണ്, കമ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ക്ലാസ്സുകൾ കാണുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ അടുത്തും ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരമായിക്കോട്ടെ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.